വെൽക്കം ടു റോ സ്റ്റൈൽ ചാനൽ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഫ്രണ്ട്സ്, ഇതൊന്നുമില്ല. ഇന്ന് നമുക്ക് നമ്മുടെ മരുമോന് ഇതൊക്കെ കൊടുക്കുന്നതിന് വരെ നമുക്ക് ഇതിന് ചെറിയ സാലഡ് കൊടുക്കാം. ഓക്കെ, എന്റെ കത്തേനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ കുറച്ച് കത്തി വെക്കാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ട്. എന്ത് കത്തി? ഇന്ന് ഞാനൊരു ഹെൽത്തി സാലഡുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് പറയാം. എൻ്റെ പ്രിപ്പറേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, സാലഡിന് വേണ്ടി ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കുക്കുംബർ, ഒരു ചെറിയ സവോള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ഇച്ചിരി മല്ലിയില, പിന്നെ കുറച്ച് തൈര്. ഞാൻ മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കുക്കുംബറിന്റെ തൊലി കളയുക. ക്യാരറ്റിന്റെ തൊലി നമ്മൾ ഇങ്ങനെ ഒന്ന് ചിരണ്ടി കളയണം കേട്ടോ. ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉള്ളതല്ലേ, നന്നായിട്ട് കഴുകി ജസ്റ്റ് ഇങ്ങനെ തൊലി ഒന്ന് ചിരണ്ടി കളയുക. തക്കാളി നന്നായിട്ട് വാഷ് ചെയ്ത് തക്കാളി, നോനിയൻ, സവോള തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. നമുക്കിനി കട്ടിങ്ങിലോട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇനി എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാജേട്ടനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചാലോ? രാജേട്ടൻ ഭയങ്കര ചക്ക സ്ലൈസ് ഇട്ട് അരിയും. ഓക്കെ, നമുക്ക് നോക്കാം രാജേട്ടൻ എങ്ങനെയാ അരിയുന്നതെന്ന്. നമ്മുടെ കീര സ്ലൈസ് ആയിട്ട് ഇതുപോലെ നല്ല ചെത്തായിട്ട് അടിപൊളിയായിട്ട് അരിയണം. ഓക്കെ, കൊള്ളാം. രാജേട്ടൻ്റെ അരിയലുണ്ടോ? ഇത് കണ്ടിട്ട് രാജേട്ടൻ എന്തോ ഷേക്ക് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? അത്ര ടൊമാറ്റോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു, പച്ചമുളക് അരിഞ്ഞു, പിന്നെ മല്ലിയില അരിഞ്ഞു. ഉണ്ടോ രാജേട്ടൻ്റെ അരിയില? ഉണ്ടോ? ഭയങ്കര സ്റ്റൈൽ അരിയിലല്ലേ? ഇങ്ങനെയൊക്കെ സോപ്പിട്ടാണ് രാജേട്ടനെ കൊണ്ട് ഓരോന്ന് അരിയിപ്പിക്കണേ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സാലഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ ഒരു ഗ്ലാസ് ബൗളിലോട്ട് ഇടുക. കണ്ടോ, രാജേട്ടൻ നല്ല അടിപൊളിയായിട്ടാണ് അരിഞ്ഞു തരുന്നത് കേട്ടോ. പിന്നീട് സവോള, നെക്സ്റ്റ് ക്യാരറ്റ്, കണ്ടോ കുനുന്ന് പറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്. പിന്നെ ഇത് ടൊമാറ്റോ, പച്ചമുളക്, അതിനുശേഷം കുറച്ച് ഉപ്പ്. ഉപ്പിങ്ങനെ ആവശ്യത്തിന്, നിങ്ങളുടെ ടേസ്റ്റ്. പിന്നീട് തൈര്. ഞാൻ ഉപയോഗിക്കുന്ന മിൽമയുടെ തൈരാണേ. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് തൈരാണെന്ന് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം. തൈര് ആവശ്യത്തിന് ഇടുക. അതിനുശേഷം മിക്സ് ചെയ്യുക. എങ്ങനെയുണ്ടല്ലേ സാലഡ്? അടിപൊളിയല്ല? അതിനുശേഷം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ എൻ്റെ സാലഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. കൊള്ളാമോ എൻ്റെ സാലഡ്? കൊള്ളാമോ? നന്നായിട്ട് ഈ തൈര്
ഇളക്കി കൊടുക്കണം കേട്ടോ. കഴിച്ചോ. ഈ സാലഡ് ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കൊള്ളാമോ ചേട്ടൻ്റെ സാലഡ്? ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലാണ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി? ഇതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അത് സ്മാ ബിരിയാണി. എല്ലാ ഫ്രണ്ട്സും ഈ സാലഡ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.